ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർ വാഴും തിരുമേനി പാദം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതോ യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദോ ദർശിതോ യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. നരാനുഗ്രഹരൂപായ ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരവേ കുസുമാഞ്ജലി. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ഛൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ മംഗളകരമായ 263 ദിവസവും ഗുരു ദർശനത്തിൻ്റെ 10ാം ദിവസവുമാണ്. ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ചെറുകോൽ എന്ന് പറയും. മാവേലിക്കരയ്ക്കും മാന്നാറിനും ഇടയ്ക്കാണ്. ചെറുകോൽ ശുഭാനന്ദ ഗുരുദേവന്റെ സന്നിധിയിലായിരുന്നു ഒരു യാമം. 11:30 മണി മുതൽ 2:30 വരെ. അതൊരു വലിയ അനുഗ്രഹമായി തോന്നി. ശ്രീരാമകൃഷ്ണദേവന്റെയും മള്ളിയൂർ തിരുമേനിയുടെയും ഷിർദി സായി ഭഗവാന്റെയും ലോകഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെയും ഒക്കെ ചരിതം 3 ചരിതം കഴിഞ്ഞ 4ാമത്തെ ചരിതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ സന്നിധാനത്തിൽ ഇന്ന് ഞായറാഴ്ച ഷഷ്ടിയും ആയില്യവും ഒക്കെ ഒത്തുചേർന്ന പുണ്യദിനത്തിൽ പോയ ദിവസം. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദ് ആചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. ശ്രീരാമകൃഷ്ണ വചനാമൃതം ഈശ്വരീയ ദർശനത്തിന്റെ മഹത്വത്തിലേക്ക് അനേകം പേരെ കൊണ്ടുവന്ന മഹാഗ്രന്ഥമാണ്. എത്ര വായിച്ചാലും മതിവരാത്ത വചനാമൃതം. ആ ഗുരുവിൻ്റെ സന്നിധാനത്തിൽ ചെന്നപ്പോഴും ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ അധിപതി ദേവാനന്ദ ഗുരുദേവൻ തൻ്റെ ഗുരുനാഥൻ എഴുതിയ ശുഭാനന്ദ ഗീതങ്ങളും ആ ഗുരുനാഥൻ്റെ ചരിത്രവുമാണ് അനുഗ്രഹ പുസ്തകമായി നമുക്ക് നൽകിയത്. ശ്രീ ശുഭാനന്ദ ഗുരുദേവനും ആത്മബോധോദയ സംഘവും ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതങ്ങൾ, ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതങ്ങൾ, ആ ഗീതങ്ങളിലൂടെ ഭക്തിയുള്ള ഗുരുത്വമുള്ള ഒരു സംഘത്തിന് പകർന്നു കൊടുത്ത സന്ദേശം. അതുപോലെ തന്നെയാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം മാസ്റ്റർ മഹാശയൻ എഴുതിയത്. വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരംഗം വളരെ വലുതാണ്. ഇപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ ലൈവ് മുതൽ ഈ ലൈവ് വരെ 2 സ്ഥാനാർത്ഥികൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ. എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ വരും. ഭാഗ്യമുള്ളവർ ജയിക്കട്ടെ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ശ്രീമതി നിഷയോടൊപ്പം അവിനാശ് ഗംഗനുമൊക്കെ എത്തി. രാവിലെ ഇന്ന് ഈ ദിവസം അമ്പിളി എന്ന ഞങ്ങളുടെ വാർഡിൽ നിൽക്കുന്നവർ വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എത്തി. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഗുരുത്വമുള്ള ഈശ്വരവിശ്വാസമുള്ള ഒരു സമൂഹമാണ് നമ്മളെ നയിക്കേണ്ടത് എപ്പോഴും. അതില്ലെങ്കിൽ നമുക്കൊരു വലിയ കുറവ് വരും. ധർമ്മം അറ്റുപോയാൽ, ഗുരുത്വമില്ലാതായി പോയാൽ, ഈശ്വരവിശ്വാസം നശിച്ചു പോയാൽ അധർമ്മം പെരുകും. അപ്പോൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നമ്മളെപ്പോഴും നിൽക്കണം. ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. യഥോ ധർമ്മസ്തോ ജയ. ദുര്യോധനനോട് സ്വന്തം മകനോട് അമ്മ പറഞ്ഞ, ഗാന്ധാരി പറഞ്ഞ വാക്കാണ്, ധർമ്മം എവിടെയുണ്ടോ അത് ജയിക്കും, അവിടെ ആയിരിക്കണം നമ്മൾ എന്ന് നമുക്കെപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ ഈ സങ്കല്പത്തിൽ നമ്മുടെ ഗുരുക്കന്മാരെക്കുറിച്ച് അത് അനുഭവിച്ച മഹാശിഷ്യന്മാർ എഴുതി വെച്ച മഹത്തായ തത്വങ്ങളാണ് ഇപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഭജനാമൃതം 1-ാം ഓളയത്തിലെ 6-ാം അധ്യായം, ഉപായം വിശ്വാസം എന്നാണ്. യോമജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസംമൂഢ സ മർത്യേഷോ സർവപാപൈ പ്രമുച്യതേ. സുരേഷ് കുമാർ സാറിൻ്റെ ഇതേ പുസ്തകമുണ്ട്. നമ്മുടെ ലൈവിലുള്ള എത്ര പേരുടെ ആളുകളുടെ കൈകളിൽ പുസ്തകമുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും ഭജനാമൃതം നമ്മുടെ വീടുകളിലെല്ലാം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ആധ്യാത്മിക ഗ്രന്ഥശാലകളിൽ അന്വേഷിക്കണം. അതൊരു നിധി പോലെ സൂക്ഷിച്ചു വയ്ക്കണം. ഈശ്വരവിശ്വാസികളുടെ വീട്ടിൽ ഗുരുക്കന്മാരുടെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആയാലും ചട്ടമ്പിസ്വാമികളുടെ ആയാലും ശങ്കരാചാര്യരുടെ ആയാലും ഗുരുവിൽ ഭേദം കാണാതെ അതെല്ലാം എത്തുന്നത് ഗുരു സങ്കല്പത്തിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഉപായം വിശ്വാസം, അതാണ് 6-ാം അധ്യായം. ഒരു ഭക്തൻ, സ്വാമിൻ, അപ്പോൾ സംസാരത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഉപായവും ഇല്ലെന്നാണോ? അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞു, തീർച്ചയായും വഴിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്സംഗം ചെയ്യണം. കൂടാതെ കൂടെ ഏകാന്തത്തിൽ പോയിരുന്ന ഈശ്വര ചിന്ത ചെയ്യണം. എന്നിട്ട് വിചാരം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കണം. അടിയന് ഭക്തിയും വിശ്വാസവും അരുളിയാലും. നമ്മുടെ പ്രാർത്ഥന വേണമെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ നിർദ്ദേശിക്കുകയാണ്. അടിയന് ഭക്തിയും വിശ്വാസവും അരുളിയാലും. വിശ്വാസമുണ്ടായാൽ എല്ലാമായി. വിശ്വാസത്തെക്കാൾ മീതെ യാതൊന്നുമില്ല. എന്നിട്ട് അവിടെ ഇരുന്ന കേദാരനോട് പറഞ്ഞു, വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നീ കേട്ടിട്ടുണ്ടോ? സാക്ഷാൽ പൂർണ്ണ ബ്രഹ്മനാരായണനായ രാമചന്ദ്രന് ലങ്കയ്ക്ക് പോകാൻ സേതു ബന്ധിക്കേണ്ടതായി വന്നു എന്ന് പുരാണത്തിലുണ്ട്. എന്നാൽ ഹനുമാൻ രാമനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റ കുതിക്ക കടലിനക്കരെ എത്തി. അദ്ദേഹത്തിന് സേതുവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ചിരിച്ചു. വിഭീഷണൻ ഒരു ഇലയിൽ രാമനാമം എഴുതി ഒരാളുടെ തുണിത്തുമ്പിൽ കെട്ടിക്കൊടുത്തു. അയാൾ കടലിനക്കരെ പോകുകയാണ്. വിഭീഷണൻ അയാളോട് പറഞ്ഞു, നിനക്കൊരു ഭയവും വേണ്ട, നീ വിശ്വാസപൂർവം ജലത്തിന് മുകളിൽ കൂടി നടന്നു പോയിക്കൊള്ളുക. പക്ഷെ നോക്കൂ, അവിശ്വാസം തോന്നിയാൽ അതോടെ വെള്ളത്തിൽ താഴും. ആ മനുഷ്യൻ ജലത്തിന് മേലെ സുഖമായി നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്താണ് തുണിത്തുമ്പിൽ കെട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് നോക്കണമെന്ന് അയാൾക്ക് പെട്ടെന്ന് കഠിനമായ ആഗ്രഹം തോന്നി. തുറന്ന് നോക്കിയപ്പോൾ വെറും രാമനാമം മാത്രം എഴുതിയിരിക്കുന്നു. അയാൾക്ക് തോന്നി, ഇതെന്താ വെറും രാമനാമം മാത്രം എഴുതി വച്ചിരിക്കുന്നു. അവിശ്വാസം ബാധിച്ചപ്പോഴേ അയാൾ താണുപോയി.
ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ സംഭാഷണമാണെന്ന് നമ്മൾ ഓർക്കണം. ഈശ്വരവിശ്വാസമുള്ളവന് അവൻ മഹാപാതകം ചെയ്താലും, ഗോഹത്യ, ബ്രഹ്മഹത്യ, സ്ത്രീഹത്യ ചെയ്താലും ഭഗവാനിലുള്ള വിശ്വാസബലം കൊണ്ട് കൊടിയ പാപത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഞാൻ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നയാൾ ഭഗവാനോട് പറഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ടും അയാൾക്കും ഭയം വേണ്ട. അതും പറഞ്ഞ് ഗുരുദേവൻ പാടാൻ തുടങ്ങി. അതേ സംഭവമാണ് നമ്മൾ ഇന്ന് ശുഭാനന്ദാശ്രമത്തിൽ കണ്ടത്. പറയുക, പാടുക. ദുർഗ ദുർഗേതി ഞാൻ ഉച്ചരിച്ച അന്ത്യനാളന്തകന്നന്തികെ നിർഗമിച്ചിടുകിൽ. ദുർഗ ദുർഗേതി ഞാൻ ഉച്ചരിച്ച അന്ത്യനാളന്തകന്നന്തികെ നിർഗമിച്ചിടുകിൽ. ദീനനാമെന്നെ വിട്ടംബികെ ഗൗരീനി ദൂരവർത്തിച്ചിടാനെങ്ങനെ ശക്തയാം. സ്ത്രീവധപാതകം ബ്രഹ്മതേജോവധോ ഭ്രൂണഹത്യാസുരാപാനമിത്യാദിയാം സർവപാപങ്ങളും ചെയ്തുവെന്നാകിലും ഇല്ല നീക്കേതുമേ ഖിന്നഭാവം വൃഥ. മധുരീ പൂർണ്ണമാം നാമഗാനങ്ങൾ തൻ വൈഭവത്താലഹോ പ്രാപ്യമാണ് എന്തുമേ. ബ്രഹ്മസായുജ്യമോർത്താൽ അതും പ്രാപ്യമാം ഹീനനെന്നാകിലും നാമഗാനങ്ങളാൽ. നരേന്ദ്രന്റെ കാര്യം വന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോട് പറഞ്ഞു, ഈ പയ്യനെ കാണുന്നില്ലേ, ഇവൻ ഇവിടെ ഇങ്ങനെ ഒരു കുസൃതി കൂട്ടൻ. അച്ഛൻ്റെ അടുക്കലിരിക്കുമ്പോൾ എത്ര മര്യാദക്കാരനാണെന്നോ, എന്നാൽ പടിപ്പുരയിൽ പോയി വിളയാടുമ്പോൾ വേഷമൊന്നു വേറെ. ഇവൻ നിത്യസിദ്ധന്മാരുടെ കൂട്ടത്തിലാണ്. നരേന്ദ്രൻ അന്ന് വിവേകാനന്ദ സ്വാമി ആയിട്ടില്ല എന്നോർക്കണം. ഇവൻ നിത്യസിദ്ധന്മാരുടെ കൂട്ടത്തിലാണ്. അവരൊരിക്കലും സംസാരത്തിൽ ബദ്ധരാകയില്ല. അല്പം പ്രായമാകുമ്പോൾ ബോധോദയമുണ്ടാവുന്നു. ഉടനെ ഭഗവാന്റെ നേരെ പോകുന്നു. ആളുകളെ പഠിപ്പിക്കുന്നതിലാണ് ഇവർ ലോകത്തിന് വരുന്നത്. ആളുകളെ പഠിപ്പിക്കുന്നതിനാണ് ഇവർ ലോകത്ത് വരുന്നത്. ഇവർക്ക് ലൗകിക വസ്തുക്കളൊന്നും സുഖമായി തോന്നുകയില്ല. ഇവരൊരിക്കലും കാമിനി കാഞ്ചനത്തിൽ ആസക്തരാകുന്നില്ല. ഹോമപക്ഷിയുടെ കഥ വേദത്തിലുണ്ട്. ആകാശത്തിൽ വളരെ ഉയരത്തിലാണ് പാർക്കുന്നത്. അവിടെ ആകാശത്തിൽ അത് മുട്ടയിടുന്നു. ഇട്ട ഉടനെ മുട്ട താഴോട്ട് വീഴുന്നു. വളരെ ഉയരത്തിലായതുകൊണ്ട് അനേക ദിവസം വീണുകൊണ്ടേയിരിക്കും. വീണുകൊണ്ടിരിക്കുമ്പോൾ വിരിയും. അപ്പോൾ പിന്നെ കുഞ്ഞ് വീഴുന്നു. വീഴുന്നതോടെ അതിൻ്റെ കണ്ണ് വിടരുന്നു, ചിറക് മുളയ്ക്കുന്നു. കണ്ണ് വിടരുന്നതോടെ താൻ വീണുകൊണ്ടിരിക്കുകയാണെന്ന്, മണ്ണിൽ ചെന്ന് വീണാൽ തവിടുപൊടിയാകുമെന്നും അത് കാണുന്നു. ഉടനെ ആ പക്ഷി അമ്മയുടെ അടുക്കലേക്ക് കുതിക്കുന്നു, ഉച്ചത്തിലേക്ക് ഉയരുന്നു. നരേന്ദ്രൻ എഴുന്നേറ്റ് പോയി. കേദാരൻ, പ്രാണകൃഷ്ണൻ, മാസ്റ്റർ മുതലായി അനേകം പേർ സഭയിലുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോട്, നോക്കൂ, പാടുന്നതിലും വാദ്യങ്ങൾ വായിക്കുന്നതിലും എഴുത്തിലും വായനയിലും എല്ലാം നരേന്ദ്രൻ മിടുക്കനാണ്. പാടുന്നതിൽ, വാദ്യങ്ങൾ വായിക്കുന്നതിൽ, എഴുത്തിൽ, വായനയിൽ. അന്നൊരു ദിവസം കേദാരനുമായി തർക്കമുണ്ടായി. കേദാരൻ്റെ വാദങ്ങളെയെല്ലാം തുണ്ടുതുണ്ടായി ചീന്തി കളഞ്ഞു. ഭഗവാനും മറ്റുള്ളവരും എല്ലാം ചിരിക്കുന്നു. മാസ്റ്ററോട് തർക്കത്തെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ വല്ല പുസ്തകവും ഉണ്ടോ? മാസ്റ്റർ പറഞ്ഞു, ഉണ്ട്, ഇംഗ്ലീഷിൽ ന്യായശാസ്ത്രമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, കൊള്ളാം, അതെങ്ങനെ ഇരിക്കും, കുറച്ചൊന്ന് പറയൂ, കേൾക്കട്ടെ. മാസ്റ്റർ വിഷമത്തിലായി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സാധാരണ സിദ്ധാന്തത്തിൽ നിന്ന് വിശേഷ സിദ്ധാന്തത്തെ അനുമാനിക്കുക, മനുഷ്യരെല്ലാം മരിക്കും. പണ്ഡിതന്മാരും മനുഷ്യരാണ്.
അതുകൊണ്ട് അവരും മരിക്കും. ഇപ്രകാരം ഇനി വേറൊരു വിധമുണ്ട്. വിശേഷ ദൃഷ്ടാന്തത്തിൽ നിന്ന് അഥവാ സംഗതിയിൽ നിന്ന് സാധാരണ സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. ഉദാഹരണമായി, ഈ കാക്ക കറുത്തതാണ്, ആ കാക്കയും കറുത്തതാണ്. എത്ര കാക്കയെ കണ്ടിട്ടുണ്ടോ അവയൊക്കെയും കറുത്തതാണ്. അതുകൊണ്ട് കാക്കകളൊക്കെ കറുത്തവയാണ്. എന്നാൽ ഇത്തരത്തിൽ സിദ്ധാന്തത്തിൽ എത്തിയാൽ തെറ്റുവരാനിടയുണ്ട്. കാരണം തേടി എവിടെയെങ്കിലും ഒരു വെളുത്ത കാക്കയെ കണ്ടെത്തിയെന്ന് വരാം. വേറൊരു ദൃഷ്ടാന്തം, എവിടെ മഴയുണ്ടോ അവിടെ കാർമേഘം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഉണ്ട്. അങ്ങനെ മഴക്കാറിൽ നിന്ന് മഴയുണ്ടാകുന്നു എന്ന സാധാരണ സിദ്ധാന്തം ലഭിക്കുന്നു. ഇനി വേറൊരു ഉദാഹരണം, ഈ മനുഷ്യന് 32 പല്ലുണ്ട്. ആ മനുഷ്യന് 32 പല്ലുണ്ട്. നാം കാണുന്ന ആളുകൾക്കൊക്കെ 32 പല്ലുണ്ട്. അതുകൊണ്ട് സർവ്വ മനുഷ്യർക്കും പല്ല് 32. ഇങ്ങനെ സാധാരണ സിദ്ധാന്തങ്ങളുടെ ചർച്ച ഇംഗ്ലീഷ് ന്യായശാസ്ത്രത്തിലുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഈ വാക്കുകൾ കേട്ടെന്നു മാത്രം. കേട്ടുകൊണ്ടിരിക്കെ അന്യമനസ്കനായി. ചുരുക്കത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണം അധികം നീണ്ടു നിന്നില്ല. അധ്യായം 7. ശ്രുതി വിപ്രതിപന്നാത യഥാസ്തസ്യതി നിശ്ചല സമാധാവചല ബുദ്ധിസ്തദാ സോഗമവാപ്സ്യസി. സഭ പിരിഞ്ഞു. ഭക്തന്മാർ അങ്ങുമിങ്ങും നടക്കാനിറങ്ങി. മാസ്റ്ററും പഞ്ചപടി മുതലായ ഇടങ്ങളിൽ ചുറ്റാൻ പുറപ്പെട്ടു. അപ്പോൾ നേരം പകലെ 5 മണിയായിരിക്കും. സ്വല്പനേരം കഴിഞ്ഞു മാസ്റ്റർ ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയിൽ മടങ്ങിയെത്തി. അപ്പോൾ വടക്കുവശത്തെ ചെറിയ വരാന്തയിൽ ഒരു അത്ഭുത ദൃശ്യം കണ്ടു. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ നിശ്ചലനായി നിൽക്കുന്നുണ്ട്. നരേന്ദ്രൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. 3-4 ഭക്തന്മാർ ചുറ്റും നിൽക്കുന്നു. മാസ്റ്റർ വന്ന പാട്ട് കേൾക്കാൻ തുടങ്ങി. പാട്ട് കേട്ട് ആകൃഷ്ടനായി ഗുരുദേവൻ ഒഴിച്ച് വേറെ ആരും ഇത്ര മധുരമായി പാടുന്നത് മാസ്റ്റർ മുമ്പൊരിക്കലും എവിടെയും കേട്ടിട്ടില്ല. പെട്ടെന്ന് ഭഗവാന്റെ നേർക്ക് നോക്കിയപ്പോൾ അത്ഭുതസ്തബ്ധനായി പോയി. ഭഗവാൻ നിഷ്പന്ദമായി നിൽക്കുന്നു. കണ്ണിമ പൊട്ടുന്നില്ല. ശ്വാസോച്ഛ്വാസം പോലും ഉണ്ടോ എന്ന് സംശയം. സംഗതി അന്വേഷിച്ചപ്പോൾ ഒരു ഭക്തൻ ഇതാണ് സമാധി എന്ന് പറഞ്ഞു. മാസ്റ്റർ ഇത്തരമൊരവസ്ഥ മുമ്പൊരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സ്തബ്ധമുഖനായി സ്വയം വിചാരിച്ചു, ഭഗവത് ചിന്ത ചെയ്താൽ മനുഷ്യൻ ഇത്രയും ബാഹ്യബോധശൂന്യനാകുമോ? എന്തുമാത്രം ഭക്തിയും വിശ്വാസവും ഉണ്ടായാലാണ് ഇങ്ങനെ സംഭവിക്കുക എന്നറിഞ്ഞില്ല. ഈ പാട്ടാണ് നരേന്ദ്രൻ പാടിയിരുന്നത്. ചിന്തിക്കൻ മനം ശ്രീഹരിം ചിത്കനം ഭക്തഹൃത് പത്മരഞ്ജനം നിസ്തുലൻ ലസിക്കുന്നു നിരഞ്ജനൻ കൗസ്തുഭോദ്ഭാസി ശ്രീഹരി സർവദാ അംഗരാഗസുരഞ്ജിതം മാധവം സുന്ദരാസ്യ വിനിന്ദിതേന്ദുപ്രഭം കഞ്ചലാചനകൽമശനാശനം ചിന്ത ചെയ്യുക നീ ഉൾപ്പുളകോദ്ഗമോ. ഗാനത്തിൻ്റെ ഈ ചരണം പാടിയപ്പോൾ ഗുരുദേവൻ ഒന്ന് പിടഞ്ഞു. ശരീരം രോമാഞ്ചം കൊണ്ടു. കണ്ണുകളിൽ നിന്ന് ആനന്ദ ബാഷ്പം പൊഴിഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്തോ കണ്ട് മന്ദഹസിച്ചുകൊണ്ടിരുന്നു. ശശികോടി വിനിന്ദിയായ ഏതെങ്കിലും അനുപമ രൂപദർശനമുണ്ടായോ എന്നാര് കണ്ടു? ഇതിൻ്റെ പേരോ ഭഗവാന്റെ ചിന്മയ രൂപ ദർശനമെന്ന്. എത്ര സാധന അനുഷ്ഠിച്ചാൽ, എത്ര തപസ് ചെയ്താൽ, എത്ര ഭക്തിവിശ്വാസങ്ങളുടെ ബലത്താൽ ഇമാതിരി ഈശ്വര ദർശനം സാധിക്കും? ഗാനം പിന്നെയും തുടർന്നു. ചിത്തപത്മാസനസ്ഥിതമാക്കുക നിത്യപൂജയ്ക്കുതൽ ചരണാംബുജം അപ്രമേയ സ്വരൂപനെ അപ്പോഴേ ചിത്സമാഹിതം കണ്ടിടാം കൺകളാൽ. വീണ്ടും അതേ ഭുവനമോഹന മന്ദഹാസം. ശരീരം അതേപടി നിഷ്പന്ദം.
സ്മിത ദൃഷ്ടികൾ ആ അപ്രതിരൂപ രൂപം ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, എന്തോ വീണ്ടും അതേ നിസ്തുല രൂപദർശനം കൊണ്ടുളവായ ഏതോ മഹാനന്ദത്തിൽ നീന്തി കുളിക്കുന്നു. ഗാനം അവസാനിക്കാറായി. നരേന്ദ്രൻ പാടി, ഭക്തിയോഗ വിലേപന സ്നിഗ്ധനായത്തണം നീ ആനന്ദവാരിധിയിൽ ചിത്കലാമൃതധാരയിൽ അന്വഹം മജ്ജനം ചെയ്തു മേവിടാം ചിത്തമേ. സമാധിയുടെയും പ്രേമാനന്ദത്തിൻ്റെയും ഈ അത്ഭുത ചിത്രം ഹൃദയ മധ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മാസ്റ്റർ ഗ്രഹത്തിലേക്ക് മടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഹൃദയ മധ്യത്തിൽ ആ ഹൃദയാന്മാദകാരിയായ മധുര സംഗീതത്തിൻ്റെ മാറ്റുലി മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിത്ഖനാമൃതധാരയിലന്വഹം മജ്ജനം ചെയ്തു മേവിടാം ചിത്തമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 7-ാം അധ്യായം പൂർത്തീകരിക്കുന്നത്. പ്രസംഗവും പാട്ടും ഒപ്പം ഗദ്ഗതം രോമാഞ്ചം കണ്ണുനീർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ശുഭാനന്ദ ആശ്രമത്തിലെത്തിയ ആ സന്ദർഭം ഓർത്തത്. അപ്പോൾ ഇപ്പോഴത്തെ ആശ്രമാധിപതി ദേവാനന്ദ ഗുരുദേവൻ നൽകിയ പുസ്തകത്തിലെ ശുഭാനന്ദ ഗീതങ്ങളാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പേജ് എടുക്കാം, എടുത്തിട്ട് അതിൽ വരുന്ന ഒരു ഗാനം നമുക്ക് നോക്കാം. ഇതിൽ 273 പേജിലെ 273 ഗാനം പേജ് അതിൽ 179 ശിവാനന്ദ ഗീതം. സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനും സൃഷ്ടാവിനോടൊത്തു വാഴുവാനും സൃഷ്ടാവും സൃഷ്ടിയും ഏകോപിച്ച ആനന്ദമായൊന്നു വാഴുവാനായി ആനന്ദവാഴ്ചയ്ക്കായുള്ള ലോകം ആത്മലോകമാണെന്നോർത്തുകൊള്ളുക. എത്ര മനോഹരമായ വരികളാണ്. സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനും സൃഷ്ടാവിനോടൊത്തു വാഴുവാനും സൃഷ്ടാവും സൃഷ്ടിയും ഏകോപിച്ച ആനന്ദമായൊന്നു വാഴുവാനായി ആനന്ദവാഴ്ചയ്ക്കായുള്ള ലോകം ആത്മലോകമാണെന്നോർത്തുകൊള്ളുക. സൃഷ്ടാവ് ദുഃഖിതനാണെങ്കിലേ തൻ്റെ സൃഷ്ടികൾ ദുഃഖിതരാകയുള്ളൂ. സൃഷ്ടാവ് ദുഃഖിതനാണെങ്കിലേ തൻ്റെ സൃഷ്ടികൾ ദുഃഖിതരാകയുള്ളൂ. സൃഷ്ടാവിൽ ദുഃഖമശേഷമില്ല, സൃഷ്ടിയിലും ദുഃഖം വന്നുകൂടാ. സൃഷ്ടിയിൽ ഉണ്ടാകും ദുഃഖമെല്ലാം തീർത്ത് രക്ഷിക്കുവാൻ വന്നു ലോകേ. ആത്മാവ് ജന്മം എടുത്തതെല്ലാം അന്ധകാരത്തിലാണെന്നറിയാം. അന്ധത മാറ്റുന്ന ബന്ധുവായി ഈശ്വരൻ മർത്യവേഷത്തിലെത്തും. അന്തരംഗത്തിൽ വസിച്ചിടുന്നു, അന്ധതയപ്പോൾ ഒഴിഞ്ഞിടുന്നു. അന്ധത മാറുന്ന ആത്മലോകം ആത്മസ്വരൂപനെ വാഴ്ത്തിടുന്നു. പേജ് മറിച്ചെടുത്തതാണ്, വന്ന അതാണ്. എത്ര മനോഹരമായ വരികളാണ്. അതേ പേജിൽ തന്നെ 274 ഗാനം. ആത്മാവായി വാഴുന്ന ദൈവത്തിൻ്റെ ഗുണം ആത്മാവ് നന്നായി അറിഞ്ഞിടണം. ദൈവത്തെ നന്നായി അറിയുന്ന അറിവല്ലോ, ദൈവത്തെ നന്നായി അറിയുന്ന അറിവല്ലോ ആത്മാവായി ദൈവത്തിൽ നിന്നു വന്നു. ദൈവം തൻ്റെ ആത്മാവിൽ വാസം ചെയ്തിടുവാൻ ആത്മാവ് സൽക്കർമ്മം ചെയ്തിടണം. സൽക്കർമ്മം ചെയ്യുന്ന ആത്മാക്കളിലെല്ലാം ദൈവം വസിച്ചോ സുഖിച്ചിടുന്നു. ദൈവത്തിൽ നിന്ന് ഉളവാകുന്ന ജ്ഞാനങ്ങൾ ആത്മാവ് നന്നായി ഗ്രഹിച്ചിടണം. ജ്ഞാനം ഗ്രഹിച്ചു വളരുന്ന ആത്മാവിൽ അജ്ഞാനം തെല്ലും അടുക്കയില്ല. ശിവാനന്ദ ഗീതങ്ങളാണ്. ജ്ഞാനം ഗ്രഹിച്ച വളരുന്ന ആത്മാവിൽ അജ്ഞാനം തെല്ലും അടുക്കയില്ല. ജ്ഞാനത്താൽ ആത്മാവ് രൂപം ധരിക്കുമ്പോൾ ഈശ്വരൻ്റെ രൂപം ആത്മരൂപം. ഈശ്വര രൂപത്തെ ആത്മാവിൽ കാണാതെ ഈശ്വരനുണ്ടെന്നറിഞ്ഞിടുമോ?
ആഹാ, എത്ര മനോഹരമായ വരികളാണ്. ഈശ്വര രൂപത്തെ ആത്മാവിൽ കാണാതെ ഈശ്വരനുണ്ടെന്നറിഞ്ഞിടുമോ? ഈശ്വര ഇച്ഛകൾ ചെയ്യുന്നതിനുള്ള ജ്ഞാനങ്ങൾ വേദഗ്രന്ഥങ്ങളല്ല. വേദം പഠിച്ചു നടിച്ചിടുന്ന മർത്യൻ കാട്ടിൽ വസിക്കുന്ന പോലെ തന്നെ ഉള്ളിലെ കാടറ്റുമാറുന്നതിനുള്ള കാതലാം ജ്ഞാനം ഗ്രഹിച്ചിടണം. ഉള്ളിൽ കാമക്രോധ ലോഭ മോഹ മത മത്സര അസൂയ ഡംബം കൊണ്ട് നടക്കുന്ന ആള് വേദം പഠിച്ചിട്ട് പാടുന്നതിൽ എന്താ അർത്ഥം? ഓ, അയാൾ ആദ്യം ഈ ഉള്ളിലെ കാട് കളയണം. ഉള്ളിലെ കാട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടെ ഇരുന്നോളും. ആ ആത്മസ്വരൂപൻ അവിടെ വസിക്കും. അജ്ഞാനത്തിൻ്റെ കാടും കൊണ്ട് നടന്ന് വിജ്ഞാനത്തിൻ്റെ കേദാരമായ വേദം വായിച്ചിട്ട് എന്തർത്ഥമെന്ന് ചോദിക്കുകയാണ്. ഈശ്വര ഇച്ഛകൾ ചെയ്യുന്നതിനുള്ള ജ്ഞാനങ്ങൾ വേദഗ്രന്ഥങ്ങളല്ല. വേദം പഠിച്ച് നടിച്ചിടുന്ന മർത്യൻ കാട്ടിൽ വസിക്കുന്ന പോലെ തന്നെ ഉള്ളിലെ കാടറ്റുമാറുന്നതിനുള്ള കാതലാം ജ്ഞാനം ഗ്രഹിച്ചിടണം. ഇക്കണ്ട ലോകത്തെ ആകമാനം കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. ഉത്ഭവ കാരണഭൂതനാം ഈശ്വരൻ അത്ഭുതമായിട്ട് സൃഷ്ടി ചെയ്തോ. 275 കൂടി ആ ഗാനം കൂടി, അപ്പം 3 ഗാനമാവും ആ വന്ന പേജിലെ. സത്യസ്വരൂപൻ കൊടുക്കുന്ന ഈ രക്ഷ ലോകത്തിലെങ്ങും നിലനിൽക്കട്ടെ. പൂരം നക്ഷത്രത്തിൽ ജാതനായി വന്നെൻ്റെ ഉള്ളിലുദിച്ച ശുഭാനന്ദമേ. പൂരം നക്ഷത്രത്തിൽ ജാതനായി വന്നെൻ്റെ ഉള്ളിലുദിച്ച ശുഭാനന്ദമേ. തേൻമൊഴി ഓരോന്നും മോദിത്തന്നു എൻ്റെ പാപഭാരത്തെ ഒഴിച്ചു നാഥൻ. ഉള്ളത്തിൽ തുള്ളിക്കളിക്കും ഗുരുരൂപം ഉള്ളത്തിലെന്നും വസിച്ചിടുന്നു. മായാമറമാറ്റി ജ്ഞാനപ്രകാശത്താൽ എന്നിൽ കളിയാടും സദ്ഗുരുവേ. അങ്ങേ മറക്കുവാൻ സത്യമല്ലേ എൻ്റെ രക്ഷകനെ എന്നും വാഴ്ത്തിടുന്നേൻ. ആപത്തിൽ നിന്നെന്നെ വീണ്ടെടുപ്പണ്ടെന്ന നിയമത്തെ എന്നും ഞാൻ കാത്തുകൊള്ളാം. ആപത്തിൽ നിന്നെന്നെ വീണ്ടെടുപ്പണ്ടെന്ന നിയമത്തെ എന്നും ഞാൻ കാത്തുകൊള്ളാം. കാത്തുകൊള്ളാമെന്നും കാത്തുകൊള്ളാം. ഗുരു കൽപ്പന ഞാനെന്നും കാത്തുകൊള്ളാം. ആഹാ, മനോഹര വരികളല്ലേ. കാത്തുകൊള്ളാം, എന്നും കാത്തുകൊള്ളാം. ഗുരുകൽപ്പന ഞാൻ എന്നും കാത്തുകൊള്ളാം. ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതം 1-ാം വാല്യത്തിൽ ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവൻ എഴുതിയ 3 ഗാനങ്ങൾ കൂടി നമ്മളിന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തോടൊപ്പം സമർപ്പിക്കാം. ഈ കുറിയെടുക്കുന്നത് പോലെ വന്ന മനോജ്ഞമായ വരികളാണ്. അതിൽ ആ പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഗുരുദേവൻ്റെ കാര്യം കൂടി ആയപ്പോൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ആ ഗുരുവും വസിക്കുന്നത് പോലെ തന്നെ ആവണം. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെയും ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെയും ചരിതം നമുക്കിന്ന് ഒരേപോലെ പറയാനും കേൾക്കാനും സാധിച്ചത് മഹത്തായ ഭാഗ്യമായി കരുതുന്നു. ഇന്ന് ദേവാനന്ദ ഗുരുദേവൻ അവിടെ പറഞ്ഞ വാക്കുകളുണ്ട്. അവസരം, അനുവാദം. ആ വെള്ളിയാഴ്ച നോയമ്പെല്ലാം പൂർത്തീകരിച്ച് അവർക്കെല്ലാം ഇവിടെ വരുവാനുള്ള അവസരവും അനുവാദവും കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അതവിടെ എത്തി ആ പ്രാർത്ഥന. അപ്പോൾ ഗുരുക്കന്മാർ ഓരോ ഇതേപോലെയുള്ള മഹത്തായ കേന്ദ്രങ്ങളിലും ശരീരം മാറി അടുത്ത ആളിനെ അത് ഏൽപ്പിക്കുന്നത് ഏറ്റുവാങ്ങാൻ മനുഷ്യ സമൂഹം സജ്ജമായാൽ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഈശ്വര നിയമങ്ങൾ ഗുരു കൽപ്പന പാലിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. ഈശ്വരൻ്റെ നിയമം തന്നെ ഗുരുവിൻ്റെ നിയമം. ഗുരു നമുക്ക് നൽകുന്ന നിയമം സന്മാർഗത്തിൽ ജീവിക്കാനാണ്. ആ കൽപ്പന തെറ്റാതെ ജീവിച്ചാൽ കുലം നിലനിൽക്കും, ഐശ്വര്യമുണ്ടാവും, എല്ലാവരെയും സ്നേഹിക്കുക, ആദരിക്കുക, എല്ലാവരിലും ആ ഒരേ ചൈതന്യമാണ് നിൽക്കുന്നത് എന്ന മനസ്സുണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സത്സംഗം ഇന്ന് പതിവ് പോലെ പൂർത്തീകരിക്കാം. നാളെ വീണ്ടും രാവിലെ 7 മണി, വൈകിട്ട് 7 മണി, രാത്രി 9 മണി, 3 നേരം പൂജ എന്ന് പറയുന്നത് പോലെ 3 നേരം നമ്മുടെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളുമായെല്ലാം ഒരുമിച്ച ഈശ്വരീയ യാത്ര ഗുരുത്വം മുടങ്ങാതെ മുന്നോട്ട് പോകാൻ ഇടയാണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർത്തീകരിക്കും. സർവേഷാം സ്വസ്തിർഭവതും
സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനം, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യസകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായതി സമർപ്പയാമി. സർവം 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 ശ്രീ രാമകൃഷ്ണ പരമഹംസ തൃപാദങ്ങളെ സമർപ്പയാമി. സർവം 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 ശ്രീ ശുഭാനന്ദ ഗുരുദേവ തൃപാദങ്ങളെ സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.